നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിലും 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് താപം ഒഴുകുന്ന വഴികൾ. പഴയ പാഠപുസ്തകമാണേ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ടെലിവിഷനിൽ ഒരു വാർത്ത പറഞ്ഞേക്കുവാണ്. എന്താണ്? നഗരങ്ങളിലെ ഒരു ദിവസത്തെ താപനിലയെക്കുറിച്ചാണ്. ഇവിടെ കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറഞ്ഞ താപനില ഉണ്ടായ നഗരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? തിരുവനന്തപുരമുണ്ട്, കൊച്ചിയുണ്ട്, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഏതൊക്കെ നഗരങ്ങളിലാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്? തിരുവനന്തപുരം, കൊച്ചി, പാലക്കാട്, കോഴിക്കോട്. കുറഞ്ഞ താപനില ഉണ്ടായത് ഏത് സമയത്തായിരിക്കും? നമുക്കറിയാം, നമുക്ക് പകൽ സമയത്താണോ രാത്രിയിലാണോ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്? നമുക്കറിയാം, പകലാണല്ലേ. പ്രകാശം, വൈദ്യുതി എന്നിവ ഊർജ്ജ രൂപങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രകാശവും വൈദ്യുതിയും. അതുപോലെ തന്നെ താപവും എന്താണ്? താപവും ഒരു ഊർജ്ജ രൂപമാണ്. പ്രകാശം, വൈദ്യുതി എന്നിവ ഊർജ്ജ രൂപങ്ങളാണ്. അതുപോലെ തന്നെ താപവും എന്താണ്? ഒരു ഊർജ്ജ രൂപമാണ്. ഓക്കെ, അപ്പോൾ പകൽ സമയത്താണോ രാത്രിയിലാണോ താപം കൂടുതൽ അനുഭവപ്പെടുന്നത്? നമുക്കറിയാം, പകൽ സമയത്താണല്ലേ. നമുക്ക് പകൽ സമയത്ത് ചൂട് കൂടുതൽ അനുഭവപ്പെടാൻ കാരണം എന്താ? സൂര്യനിൽ നിന്ന് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നതോടൊപ്പം താപവും ലഭിക്കുന്നുണ്ട്. സൂര്യൻ പ്രകാശ സ്രോതസ് പോലെ തന്നെ എന്താണ്? താപ സ്രോതസ്സുമാണ്. നോക്കി വെക്കണം, സൂര്യൻ പ്രകാശ സ്രോതസ് പോലെ തന്നെ എന്താണ്? താപ സ്രോതസ്സുമാണ്. നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ താപം പ്രയോജനപ്പെടുത്താറുണ്ട്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ താപം ഉപയോഗിക്കുന്നുണ്ടല്ലേ. എങ്ങനെയാണ്? വിറക് കത്തിച്ചാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലൂടെയാണ് അല്ലേ. നോക്കിക്കേ, ഇസ്തിരി ഇടുമ്പോൾ എങ്ങനെയാണ്? ഇസ്തിരി ഇടുമ്പോൾ നമ്മൾ തേപ്പ് പെട്ടി ചൂടാക്കിയാണ് തുണി തേക്കുന്നത്. വസ്തുക്കൾ ഉണക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ സൂര്യനിൽ നിന്നുള്ള ചൂട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തീ കത്തിച്ചും വസ്തുക്കൾ ഉണക്കാറുണ്ടല്ലേ. ഇനി ഈ ലോഹങ്ങൾ ഉരുകുമ്പോൾ എങ്ങനെയാണ്? അതും തീയുടെ സഹായത്താലാണ് അല്ലേ. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ താപം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമായി പറഞ്ഞേക്കുന്നത്. ഇതിലും കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, ചൂടാക്കുമ്പോൾ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം. താപം എന്താണെന്നേ. ഒരു പദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവയിലെ തന്മാത്രകളുടെ ചലനവേഗതയ്ക്ക് എന്ത് സംഭവിക്കും? ചലനവേഗത കൂടും അല്ലേ, ചലനവേഗത വർദ്ധിക്കും. ഒരു പദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ അവയിലെ തന്മാത്രകളുടെ ചലനവേഗതയ്ക്ക് എന്ത് സംഭവിക്കും? ചലനവേഗത കൂടും അല്ലെങ്കിൽ വർദ്ധിക്കും. ചലനവേഗത കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവയുടെ ഗതികോർജ്ജവും കൂടുന്നുണ്ട്. ചലനവേഗത കൂടുമ്പോൾ അവയുടെ ഗതികോർജ്ജവും കൂടുന്നു. പദാർത്ഥങ്ങളുടെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് താപം. പദാർത്ഥങ്ങളുടെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് എന്ത്? താപം. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുക. ഒരു സ്റ്റീൽ സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിൽ കുറച്ച് ജലം എടുക്കണം. ജലം എടുത്തിട്ട് സ്പിരിറ്റ് ലാമ്പ് ജ്വാലയിൽ കാണിക്കാൻ പറയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? വെള്ളം ചൂടാകുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ സ്പൂണും ചൂടാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെള്ളവും ചൂടാകുന്നുണ്ട്, സ്പൂണും ചൂടാകുന്നുണ്ട്. സ്പൂണിന് താപം ലഭിച്ചത് എവിടെ നിന്നാ? സ്പിരിറ്റ് ലാമ്പ് ജ്വാലയിൽ നിന്നാണ് അല്ലേ. അതുപോലെ തന്നെ വെള്ളത്തിന് താപം ലഭിച്ചത് എവിടെ നിന്നാ? സ്പൂണിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ ജ്വാലയിൽ നിന്ന് സ്പൂണ് ചൂടാകുന്നതിന്റെ ഫലമായിട്ടാണ് വെള്ളവും ചൂടാവുന്നത്. നോക്കിക്കേ, സ്പിരിറ്റ് ലാമ്പ് ജ്വാല കാണിക്കുന്നു, താപം ഉണ്ടാകുന്നു, താപം സ്പൂണിലേക്ക് ചെല്ലുന്നു, സ്പൂണിൽ നിന്ന് താപം എങ്ങോട്ട് ചെല്ലുന്നു? വെള്ളത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെയാണ് വെള്ളം ചൂടാകുന്നത്. ഇങ്ങനെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? താപപ്രേഷണം എന്നാ പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രയോഗിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്മിഷൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കാം. എന്താ പറയുന്നത്? നീളമുള്ള ഒരു കടലാസ് എടുത്ത് എന്ത് ചെയ്യണം? കട്ടിയായിട്ട് മടക്കി മെഴുകുതിരി ജ്വാലയിൽ കാണിക്കണം. അതുപോലെ തന്നെ ഇരുമ്പ് കമ്പി മെഴുകുതിരി ജ്വാലയിൽ കാണിക്കുക. നമുക്കറിയാം കടലാസ് കത്തും അല്ലേ. എന്നാൽ ഇരുമ്പ് കമ്പി കത്തത്തില്ല. പകരം എന്താ സംഭവിക്കുന്നത്? ഇരുമ്പ് കമ്പി ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലേക്ക് എന്തനുഭവപ്പെടും? താപം വരുന്നത് അനുഭവപ്പെടും. അതുപോലെ തന്നെ കടലാസ് കത്തി തീരുമ്പോൾ മാത്രമേ നമുക്ക് കൈ വന്ന് ചൂടറിയത്തുള്ളൂ. അല്ലാതെ കടലാസ് നമ്മൾ കട്ടിയുള്ള കടലാസ് അല്ലേ, പെട്ടെന്ന് കത്തി കഴിയത്തില്ല അല്ലേ. കട്ടിയുള്ള കടലാസായിട്ട് നമ്മൾ മടക്കി വെക്കും. അത് കത്താൻ കുറച്ച് താമസം എടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ താപം അനുഭവപ്പെടത്തില്ല. എന്നാൽ ഈ ഇരുമ്പ് കമ്പി നമ്മൾ മെഴുകുതിരി ജ്വാലയിൽ കാണിക്കുമ്പോൾ ഒരല്പസമയം കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? ഇരുമ്പ് കമ്പി ചൂടായി നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ചൂട് അനുഭവപ്പെടും. ഓക്കെ, ഇനി ഇവിടെ വേറെ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഈർക്കിൽ, അലൂമിനിയം കമ്പി, മരകഷ്ണം, ചെമ്പ് കമ്പി എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല, അലൂമിനിയം ഉപയോഗിച്ച് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ മരകഷ്ണം ഉപയോഗിച്ചാൽ അനുഭവപ്പെടത്തില്ല, ചെമ്പ് കമ്പി ഉപയോഗിച്ചാൽ ചൂട് അനുഭവപ്പെടും. അപ്പോൾ
താപം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, അതുപോലെ തന്നെ താപം കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ട്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താപപ്രേഷണം വിവിധ രീതികൾ. ഒരു ഹാക്സോ ബ്ലേഡിൽ തുല്യമായ അകലത്തിൽ മെഴുക് ഉപയോഗിച്ച് മുട്ടുസൂചികൾ ഒട്ടിക്കൂ. ഒരറ്റം മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. എന്താ സംഭവിക്കുന്നത്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മെഴുകുതിരി ഉപയോഗിച്ച് താപം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? താപം ഹാക്സോ ബ്ലേഡിലൂടെ കടന്നു പോകും അല്ലേ? അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? മുട്ടുസൂചി താഴേക്ക് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ മുട്ടുസൂചിയും ഒരുപോലെയാണോ വീഴുന്നത്? അല്ല, എല്ലാ മുട്ടുസൂചിയും ഒരേപോലെയല്ല, പല സമയത്തായിട്ടാണ് വീഴുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം താപം ചെല്ലുന്നതിനനുസരിച്ചാണ് ഓരോ മുട്ടുസൂചിയും താഴേക്ക് വീഴുന്നത്. നമ്മൾ ഇവിടെ നിന്ന് താപം കൊടുക്കുമ്പോൾ ആദ്യം ഇരിക്കുന്ന ഈ ഒരു മുട്ടുസൂചി എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അതിനുശേഷം താപം അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ മുട്ടുസൂചി താഴെ വീഴും. വീണ്ടും താപം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മൂന്നാമത്തെ മുട്ടുസൂചിയും താഴെ വീഴും. അപ്പോൾ ഓരോ മുട്ടുസൂചിയും ഒരേപോലെയല്ല താഴെ വീണത്, അതൊക്കെ ക്രമമായി വീഴുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്താ കാരണം? താപം നമ്മൾ കൊടുക്കുമ്പോൾ താപം ചെല്ലുന്നതിനനുസരിച്ചാണ് മുട്ടുസൂചി താഴേക്ക് വീഴുന്നത്. ഇനി നോക്കിക്കേ, ചാലനം, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും എങ്ങനെയാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ഖരവസ്തുക്കളിൽ തന്മാത്രകൾ അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഖരവസ്തുക്കളിൽ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാക്സോ ബ്ലേഡിന്റെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അവിടെ എന്താ ചെയ്തത്? തന്മാത്രകൾക്ക് താപം കിട്ടുമ്പോൾ അടുത്ത തന്മാത്രയിലേക്ക് എന്ത് ചെയ്യുകയാണ്? അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ തന്മാത്രകൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അത് ചലിക്കുന്നുണ്ടോ? ഇല്ല. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം അവിടെ ഉണ്ടാകുന്നില്ല. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഖരാവസ്ഥയിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അവര് താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ റെഡ് കളർ കാണിച്ചേക്കുന്നത് എന്താ? താപം കടന്നു പോകുന്നത് കാണിച്ചേക്കുന്നത്. അപ്പോൾ 3 ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? താപം കടന്നു പോകുന്നതിനനുസരിച്ച് മുട്ടുസൂചി വീഴുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ അറ്റത്ത് താപം കടന്നു പോകുന്നു, അതിനുശേഷം താപം അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഓരോ മുട്ടുസൂചിയായിട്ട് താഴെ വീഴുകയാണ്. ലാസ്റ്റിൽ എന്താണ്? ഹാക്സോ ബ്ലേഡ് മൊത്തത്തിൽ താപം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുട്ടുസൂചിയും താഴെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. താപം ഹാക്സോ ബ്ലേഡിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പ്രവഹിച്ചപ്പോഴാണല്ലോ ഓരോ മുട്ടുസൂചികളും വീണത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ എന്താ പറയുന്നത്? സുജാലകങ്ങൾ എന്നും, അതായത് ഗുഡ് കണ്ടക്ടേഴ്സ്. മറ്റുള്ളവയെ എന്താ പറയുന്നത്? കുജാലകങ്ങൾ എന്നും, അതായത് പ്യുവർ കണ്ടക്ടേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുജാലകങ്ങൾ എന്ന് പറയുന്നത്. താപം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുജാലകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടായിരുന്നു. സുജാലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് എന്തൊക്കെ പറയാം? ചെമ്പ് കമ്പി, ഇരുമ്പ് കമ്പി, അലൂമിനിയം കമ്പി ഒക്കെ പറയാം അല്ലേ? അതുപോലെ തന്നെ കുജാലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പേപ്പർ, പ്ലാസ്റ്റിക്, തടിക്കഷ്ണം ഒക്കെ പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും കൈപ്പിടി ബേക്കലൈറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. പാത്രമല്ല, എന്താണ്? കൈപ്പിടിയാണ്, കൈപ്പിടി. അപ്പോൾ ഈ ഒരു പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഈ കൈപ്പിടിയിൽ പിടിച്ചാൽ നമ്മുടെ കൈ എന്താണ്? കൈ ചൂടാവാനോ അല്ലെ കൈ പൊള്ളാനോ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ടാണ് ബേക്കലൈറ്റ് ഉപയോഗിച്ച് ഇതൊക്കെ നിർമ്മിച്ചേക്കുന്നത്. ഇസ്തിരിപ്പെട്ടി, ഫ്രൈങ് പാൻ ഒക്കെ തുടങ്ങിയൊക്കെ ഉപയോഗിച്ചേക്കുന്നത് ഇതേപോലെയാണ്. നമ്മൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് തേക്കുമ്പോൾ നമുക്ക് കറണ്ട് അടിക്കാതിരിക്കാനും നമ്മുടെ കൈ പൊള്ളാതിരിക്കാനും ഒക്കെ എന്താണ്? ആ ഒരു ഭാഗം പ്ലാസ്റ്റിക് പോലുള്ള വസ്തു കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ? ശരി, ഇനി നോക്ക്. എല്ലാ സുജാലകങ്ങളും ഒരേ നിരക്കിലാണോ താപം പ്രേഷണം ചെയ്യുന്നത്? നമ്മൾ ഇനി അതാ നോക്കാൻ പോന്നെ. എന്താണ്? എല്ലാ സുജാലകങ്ങളും ഒരേ നിരക്കിലാണോ താപം പ്രേഷണം ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, താപപ്രേഷണം ലോഹങ്ങളിൽ. തുല്യ നീളവും വണ്ണവുമുള്ള ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം കമ്പികൾ എടുത്ത് 3 മരക്കട്ടകളിൽ ചിത്രത്തിലേതുപോലെ ക്രമീകരിക്കണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഓരോ കമ്പിയുടെയും അഗ്രഭാഗത്ത് മെഴുക് ഉപയോഗിച്ച് മുട്ടുസൂചി ഉറപ്പിക്കുക. ശേഷം എന്ത് ചെയ്യണം? 3 കമ്പിയും ചേരുന്ന ഭാഗം സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് തുല്യ അളവിൽ താപം കിട്ടത്തക്ക വിധം ചൂടാക്കണം. എന്താ കാണാൻ സാധിക്കുന്നത്? അവിടെ ഓരോ മുട്ടുസൂചിയും താഴെ വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? 3 മുട്ടുസൂചികളും ഒരേപോലെയാണോ വീണത്? അല്ല. നമ്മൾ ഇവിടെ എന്താ നോക്കുന്നത്?
എല്ലാ സുജാലകങ്ങളും ഒരേ അളവിലാണോ താപം പ്രേഷണം ചെയ്യുന്നതെന്നല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? എല്ലാ സുജാലകങ്ങളും ഒരേ അളവിലല്ല താപം പ്രേഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഓരോ മുട്ടുസൂചിയും വ്യത്യസ്ത സമയങ്ങളിലായിട്ടാണ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് സിൽവർ ആണ്, സിൽവറിനാണ്, അതായത് വെള്ളിയാ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം ആണ്. എന്നാലും മനസ്സിലാക്കി വെക്കണം, ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് ഏതാണ്? സിൽവർ ആണ്, വെള്ളിയാണ്. പിന്നെ കോപ്പർ ആണ്, കോപ്പർ ചെമ്പാണ് പിന്നീടുള്ളത്. അതിനുശേഷമാണ് അലൂമിനിയം വരുന്നത്. അലൂമിനിയത്തിനും ശേഷമാണ് ഇരുമ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് ഏതാണ്? സിൽവർ ആണ്, സിൽവർ കഴിഞ്ഞ് കോപ്പർ അതായത് ചെമ്പ്, അതിനുശേഷമാണ് അലൂമിനിയം കഴിഞ്ഞിട്ടാണ് ഇരുമ്പ് വരുന്നത്, അയൺ വരുന്നത്. ഓക്കെ, ശരി. താപപ്രേഷണം ദ്രാവകങ്ങളിൽ. ഖരവസ്തുക്കളിലെ താപപ്രേഷണത്തെ കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദ്രാവകങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത് ഏത് രീതിയിലാണെന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എന്തെടുക്കണം? അടിയുരുണ്ട ഒരു ഫ്ലാസ്കിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കണം. ഒരു അലൂമിനിയം ഫോയിൽ കഷ്ണത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഏതാനും തരികൾ എടുത്ത് മടക്കി അമർത്തി പൊതിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ മുട്ടുസൂചി ഉപയോഗിച്ച് ഒരു ചെറിയ ദ്വാരമിട്ടതിന് ശേഷം ഫ്ലാസ്കിലെ ജലത്തിൽ താഴ്ത്തി വെക്കുക. സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഫ്ലാസ്ക് ചൂടാക്കുക. ഫ്ലാസ്കിനകത്തുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അലൂമിനിയം ഫോയിൽ എടുത്തേക്കുന്ന എന്തിനാ? അത് ജലത്തിൽ താന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തേക്കുന്നത് എന്തിനാ? ആ ജലത്തിൽ കലരുമ്പോൾ അതിൻ്റെ ആ കളർ കണ്ടോ, നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം എടുത്തേക്കുന്നത്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കളർ വ്യത്യാസം, നല്ലതായിട്ട് കളർ വരത്തില്ല, ഒരു പർപ്പിൾ കളർ പോലെ. അപ്പോൾ അതിനാണ് ഈ ഒരു വസ്തുക്കളൊക്കെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ചൂടാക്കിയപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർന്ന ജലം ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ താഴത്ത് നിന്ന് അത് മേളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, മേളിലേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? താപം നൽകുമ്പോൾ ജലം ചൂട് പിടിച്ച് മേലോട്ട് പോവുകയും തണുത്ത ജലം ആ ഭാഗത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. താപം നൽകുമ്പോൾ ജലം ചൂട് പിടിച്ച്, താഴെ നിന്ന് നമ്മൾ താപം നൽകുമ്പോൾ എന്ത് സംഭവിച്ചു? ജലം ചൂട് പിടിച്ച് മേലോട്ട് പോവുകയും തണുത്ത ജലം ആ ഭാഗത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ചൂട് പിടിച്ച ജല തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. എന്താണ്? ചൂട് പിടിച്ച ജല തന്മാത്രകളുടെ. അപ്പോൾ ചൂട് പിടിച്ച ജലതന്മാത്രകൾ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ദ്രാവകത്തില് എന്താ പറയുന്നത്? ചൂട് പിടിച്ച ജലതന്മാത്രകൾ സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് മേപ്പോട്ട് പോയത്. എന്നാൽ ഖരാവസ്ഥ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ തന്മാത്രകൾ അവിടെ സഞ്ചരിക്കുന്നുണ്ടോ? തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല, അവര് താപം കൈമാറ്റം ചെയ്യപ്പെടുകയേ ചെയ്യുന്നുള്ളൂ അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ചൂട് പിടിച്ച ജലതന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഇനി നോക്കിക്കേ, സംവഹനം എന്താണെന്ന്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം, ഇവിടെ തന്മാത്രയ്ക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? വാതകങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നാ. നമ്മൾ ഖരത്തിൽ കണ്ടു, അതുപോലെ തന്നെ ദ്രാവകത്തിൽ കണ്ടു. ഇനിയും വാതകത്തിലേത് നോക്കാം. പുകയുടെ വഴി. ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? ഷട്ടിൽ കോക്കിന്റെ കൂട്, ചന്ദനത്തിരി, മെഴുകുതിരി. ഷട്ടിൽ കോക്കിന്റെ കൂട് രണ്ടറ്റവും തുറക്കുക. ഒരറ്റത്ത് നിന്ന് 8 സെന്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണത്തിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുക. ഇവിടെ ഷട്ടിൽ കോക്കിന്റെ കവർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് നല്ല കട്ടിയാണ് അല്ലേ? അതുകൊണ്ടാണ് അതവിടെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, മേശപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച് കൂടിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം കൂട് ക്രമീകരിക്കണം. ദ്വാരമിട്ട ഭാഗം കൂടിന്റെ അടിഭാഗത്ത് വരണം. വശത്തെ ദ്വാരത്തിന് സമീപത്തായി കത്തിച്ച ചന്ദനത്തിരി കൊണ്ടുവരിക. പുകയുടെ പ്രവാഹ ദിശ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഈ ചിത്രത്തിലേതുപോലെ നമ്മൾ ക്രമീകരിക്കണം. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും എന്ത്? ഈ സുഷിരത്തിലൂടെ ആ പുക കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂടിന്റെ മുകളറ്റത്ത് നമ്മൾ കൈ വെച്ച് നോക്കിയാൽ എന്താ അനുഭവപ്പെടുന്നത്? ചൂട് അനുഭവപ്പെടും അല്ലേ? അപ്പൊ നോക്കിക്കേ, എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? കൂടിനകത്തെ വായു എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിക്കുന്നുണ്ട് അല്ലേ? കൂടിനകത്തെ വായു ചൂട് പിടിച്ച് എന്തോ ചെയ്യും? മുകളിലേക്ക് ഉയരും അല്ലേ? മേലോട്ട് ഉയരുമ്പോൾ ആ ഭാഗത്ത് സുഷിരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു. അപ്പോ ചൂട് പിടിച്ച വായു മുകളിലോട്ട് ഉയരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഭാഗത്തെ സുഷിരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു.
ഈ പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്ത് കടക്കുന്നു. ഇവിടെയും ദ്രാവകത്തിലേതുപോലെ എന്താ സംഭവിക്കുന്നത്? കണികകളുടെ യഥാർത്ഥമായ ചലനം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പ്രധാനമായും സംവഹനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു വാതകങ്ങളിലും ദ്രാവകങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തന്മാത്ര ചലിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സംവഹനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യനിൽ നിന്ന് ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപം പ്രേഷണം ചെയ്യപ്പെടാൻ ഒരു മാധ്യമം ആവശ്യമാണ്. എന്നാൽ ശൂന്യാകാശത്ത് മാധ്യമം ഇല്ലാതിരുന്നിട്ടും സൂര്യതാപം ഭൂമിയിൽ എത്തുന്നുണ്ടല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിറക് കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ട്. ചാലനം വഴി താപം നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ അടുപ്പിന് നമുക്കുമിടയിൽ ഒരു സുജാലകം ആവശ്യമാണ് അല്ലേ? എന്നാൽ അടുപ്പിൽ തീ കത്തുമ്പോൾ ചൂട് പിടിച്ച വായു മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സംവഹനം വഴിയുമല്ല താപം നമ്മുടെ അടുത്ത് എത്തുന്നത്. എങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. കാരണം എന്താ? മാധ്യമത്തിന്റെ സഹായമില്ലാതെയും താപപ്രേഷണം സാധ്യമാണ്. നോക്കിക്കേ, വികിരണം എന്താണെന്ന്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിഫലിപ്പിക്കും. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വികിരണം വഴിയാണ്. ഓക്കെ. വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നോക്കിക്കേ. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. ശരി, ഇനി ഇവിടെ നോക്കിക്കേ, ചാലനം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. അവിടെ എന്താ സംഭവിക്കുന്നത്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അവിടെ സ്ഥാനമാറ്റം ഇല്ലാതെയാണ് ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ഇനി സംവഹനം നോക്കിക്കേ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രയ്ക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഖരാവസ്ഥയിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല. ഇനിയും വികിരണം നോക്കിക്കേ. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. ഓക്കെ. ചൂടാറാതെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടുള്ള ചായ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ ചായ തണുക്കുമല്ലോ. ഏതെല്ലാം രീതിയിലാണ് ചായയിൽ നിന്ന് താപം നഷ്ടപ്പെടുന്നത്? ഏതൊക്കെയാ നമുക്കറിയാം. താപം നഷ്ടപ്പെടുന്ന ഏതൊക്കെ രീതിയിലാണ്? ചാലനം, സംവഹനം, വികിരണം അല്ലേ? അപ്പൊ ഈ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? താപം നഷ്ടപ്പെടുന്നത്. ഇനി നോക്ക്, ഒരു പേപ്പർ ഉപയോഗിച്ച് ഗ്ലാസ് അടച്ചു വയ്ക്കുമ്പോൾ ഏത് രീതിയിലുള്ള താപനഷ്ടമാണ് നിയന്ത്രിക്കപ്പെടുന്നത്? നമുക്കറിയാം, ചൂടുള്ള ഒരു വസ്തുവിൽ നിന്ന് നീരാവി മുകളിലേക്ക് ഉയർന്നാണ് എന്ത് സംഭവിക്കുന്നത്? അതിൽ നിന്ന് ചൂട് പോകുന്നതല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സംവഹനമാണ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്. ചൂടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അല്പസമയം കഴിയുമ്പോൾ തണുത്തു പോകും. ചാലനം, സംവഹനം, വികിരണം എന്നീ രീതിയിൽ താപപ്രേഷണം നടക്കുന്നത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ ആഹാരപദാർത്ഥങ്ങൾ എങ്ങനെയിരിക്കും? ഏറെ നേരം ചൂട് നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ളൊരു സാധനം ഇതല്ലേ? എന്താണ്? നമ്മൾ ചോറ് തിളപ്പിച്ചതിനകത്ത് എടുത്ത് വെക്കും. അത് ചൂടോടെ അതിനകത്തിരുന്ന് വേകും അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ചൂടുവെള്ളമോ ചൂട് ചായയോ ഒക്കെ നമ്മൾ ഈ ഫ്ലാസ്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചാക്സൺ പോലത്തെ റൈസ് കുക്കറും അതുപോലെ തന്നെ എന്താണ് ഫ്ലാസ്കോ കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇത്തരം ഉപകരണങ്ങളിൽ സൂക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും പാനീയങ്ങളും ഏറെ നേരം എങ്ങനെ ഇരിക്കും? ചൂടാറാതെ ഇരിക്കും. ഇവിടെ ചാലനം, സംവഹനം, വികിരണം എന്നിവ വഴിയുള്ള താപനഷ്ടം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നോക്കിക്കേ. ഇവിടെ നോക്ക്, തെർമോ ഫ്ലാസ്കിന്റെ ഭാഗമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്ഫടികപാത്രവും അടപ്പും. സ്ഫടികപാത്രവും അടപ്പും എങ്ങനെയാ പ്രയോജനപ്പെടുന്നത്? ചാലനം വഴിയാണ് പ്രയോജനപ്പെടുന്നത്. ഇരട്ട ഭിത്തികൾക്കിടയിലെ ശൂന്യമായ സ്ഥലം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്?
സംവഹനത്തിലൂടെയാണ് പ്രയോജനപ്പെടുന്നത്. സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? വികിരണം വഴിയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, താപീയ വികാസം ഖരവസ്തുക്കളിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? താപപ്രശ്നം കണ്ടു, ഖരവസ്തുക്കളിലും അതുപോലെ തന്നെ ദ്രാവകത്തിലെ വാതകത്തില്. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? താപീയ വികാസമാണ്. താപീയ വികാസം ഖരവസ്തുക്കളിൽ എന്താന്ന് വായിച്ചു നോക്കാം. ഖരവസ്തുക്കൾക്ക് താപം ലഭിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? ഒരു പരീക്ഷണം പറഞ്ഞേക്കോ, വായിച്ചു നോക്കാം. ഒരു കാർഡ്ബോർഡ് ഷീറ്റിന്റെ മധ്യഭാഗം ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിച്ചു കളയുക. 2 അലൂമിനിയം തകിടുകൾ കാർഡ്ബോർഡ് ഷീറ്റിൽ സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഈ തകിടുകളെ ഒരു ബാറ്ററി, ബൾബ് എന്നിവയുമായി വയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. മെഴുകുതിരി ഉപയോഗിച്ച് അലൂമിനിയം തകിട് ചൂടാക്കുക. എന്താ സംഭവിക്കുന്നത്? അവിടെ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാം. ബൾബ് പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ താപം കൊടുത്തത് എവിടെയാണ്? ആ ഒരു അലൂമിനിയം തകിടിലാണ് അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ചൂടാക്കുമ്പോൾ അലൂമിനിയം തകിട് എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കണക്റ്റ് ആവും. അങ്ങനെയാണ് അവിടെ ബൾബ് കത്തുന്നത്. നോക്കിക്കേ, താപം ലഭിക്കുമ്പോൾ അലൂമിനിയം തകിട് ചൂട് പിടിച്ച് വികസിക്കുന്നു. സർക്യൂട്ട് പൂർത്തിയായി ബൾബ് കത്തുകയും ചെയ്യുന്നു. ജ്വാല അണച്ച് തകിടുകൾ തണുക്കാൻ അനുവദിക്കൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ബൾബ് അണയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അലൂമിനിയം തകിട് അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് ആകും. അപ്പോൾ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവ സങ്കോചിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കണം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുണ്ട്. താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കുന്നു. ഓക്കെ, താപീയ വികാസം ദ്രാവകങ്ങളിൽ. വലിയ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ നിറം കലർത്തിയ ജലം നിറയെടുക്കൂ. അതിൽ റബ്ബറടപ്പിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കുക. അതിൽ ലോഹഭാഗം നീക്കം ചെയ്ത ഒഴിഞ്ഞ ഒരു റീഫിൽ ഉറപ്പിക്കണം. ഈ ബോട്ടിൽ മറ്റൊരു പാത്രത്തിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കൂ. എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇഞ്ചക്ഷൻ്റെ ബോട്ടിൽ അല്ലേ? ഈ കുപ്പി പോലത്തെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഈ ഒരു കഴുത്തു ഭാഗത്ത് എന്താണ്? ലോഹം പോലെ ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ നീക്കം ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കത്തെ റബ്ബർ അടപ്പിൽ എന്തോ ചെയ്യണം? നടുക്ക ഒരു ദ്വാരമിടണം. അതിലൂടെ മഷി തീർന്ന ഒരു റീഫില്ല് ഉറപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചൂടാക്കി ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിറം കലർന്ന ജലം ബോട്ടിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്? ജലം പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബോട്ടിൽ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി അല്പസമയം തണുക്കാൻ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ റീഫില്ലിലെ ദ്രാവക നിരപ്പിന് മാറ്റമുണ്ടാവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. അത് തണുക്കുമ്പോൾ അത് പഴയ അവസ്ഥയിൽ തന്നെ ആകും അല്ലേ? അത് സങ്കോചിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഖരത്തിലും എങ്ങനെയാണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് സങ്കോചിക്കുന്നു. അതുതന്നെയാണ് ദ്രാവകത്തിലും സംഭവിക്കുന്നത്. നമുക്കിനിയും വാതകത്തിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, അതിനു മുന്നേ താപനില അളക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് നമുക്ക് നോക്കാം. സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്ററും അതുപോലെ തന്നെ ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 2 തെർമോമീറ്ററുകളെ കുറിച്ച് നമുക്ക് നോക്കാം. തെർമോമീറ്ററിന്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ മെർക്കുറിയാണ് ഉള്ളത്. എന്താണ്? തെർമോമീറ്ററിന്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ എന്താ ഉള്ളത്? മെർക്കുറിയാണ് ഉള്ളത്. ബൾബിനോട് ചേർന്ന് വായുവില്ലാത്ത നേർത്ത ഒരു കുഴലുണ്ട്. കുഴലിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ലബോറട്ടറി തെർമോമീറ്ററും കാണിച്ചിട്ടുണ്ട്, ക്ലിനിക്കൽ തെർമോമീറ്ററും കാണിച്ചിട്ടുണ്ട്. എന്താ ഇനിയും പറയുന്നത്? ക്ലിനിക്കൽ തെർമോമീറ്റർ കൈമുട്ടിന്റെ മടക്കിൽ വെച്ച് ശരീര താപനില പരിശോധിക്കുന്നത്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്റർ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും വെച്ച് മെർക്കുറിയുടെ സങ്കോച വികാസങ്ങൾ പരിശോധിക്കും. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൈമുട്ടിന്റെ മടക്കിൽ വെച്ചിട്ടൊക്കെ നമ്മുടെ
ശരീര താപനില പരിശോധിക്കും. അതുപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്റർ എന്താ ചെയ്യുന്നത്? ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും വെച്ച് മെർക്കുറിയുടെ സങ്കോച വികാസങ്ങൾ പരിശോധിക്കും. ഇവിടെ നോക്കിക്കേ, തെർമോമീറ്ററിന്റെ പ്രവർത്തനത്വം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, തെർമോമീറ്ററിനെ കുറിച്ച് പറയുകയാണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ലാബ് തെർമോമീറ്ററിൽ നിന്നും വ്യത്യസ്തമായി ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനാണ്? ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാനാണ് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, താപീയ വികാസം വാതകങ്ങളിൽ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇഞ്ചക്ഷൻ ബോട്ടിലിൽ പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി വാതകത്തിലെ താപീയ വികാസം തിരിച്ചറിയാൻ ഒരു പ്രവർത്തനമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുത്ത് അതിന്റെ അടപ്പിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉറപ്പിക്കുക. ട്യൂബിന്റെ അറ്റം മറ്റൊരു പാത്രത്തിലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. കുപ്പി വെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കൂ. എന്താ സംഭവിക്കുന്നത്? അവിടെ വായുകുമിള വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സങ്കോചിക്കുന്നുണ്ട്. അപ്പോൾ താപീയ വികാസത്തില് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഖരവും ദ്രാവകവും വാതകവും എന്ത് ചെയ്യുന്നുണ്ട്? താപം ലഭിക്കുമ്പോൾ വികസിക്കും. താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് സങ്കോചിക്കുന്നുണ്ട്. ഓക്കെ. താപീയ വികാസം നിത്യജീവിതത്തിൽ. ഇവിടെ നോക്കിക്കേ, നിത്യജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ് കൊടുത്തേക്കുന്നത്. താപീയ വികാസം എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് നോക്കിക്കേ. മുറികളിൽ സീലിങ്ങിനോട് ചേർന്ന് എയർ ഹോളുകൾ നിർമ്മിക്കുന്നു. നമ്മുടെ വീടിൻ്റെയൊക്കെ മുറിയിൽ നമുക്ക് മുകളോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അല്ലേ, എയർ ഹോളുകൾ. അപ്പോൾ എന്താണ്? ചൂടാകുന്ന വായു അതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിച്ചേക്കുന്നത്. പിന്നെന്താ? വലിയ പാലങ്ങൾ പല സ്പാനുകളായി നിർമ്മിക്കുന്നു. എന്താണ്? ചൂടാകുമ്പോൾ അതൊക്കെ വികസിക്കും അല്ലേ. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിടവുകളിട്ട് നിർമ്മിക്കുന്നത്. ഒട്ടിപ്പോയ 2 സ്ഫടിക ഗ്ലാസുകൾ വേർപെടുത്താൻ ഗ്ലാസ്സിന് പുറത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നു. അവിടെ എന്താണ്? അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് വേർപെട്ട് കിട്ടും. ഓക്കെ. നോക്കിക്കേ, കാറ്റ്. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. എന്താണ് കാണുന്നത്? കരയിലേക്കാണോ കടലിലേക്കാണോ കാറ്റ് വീശുന്നത്? ഇവിടെ നോക്കിക്കേ, ഈ തെങ്ങിന്റെ ഓലയുടെ ചലനം എങ്ങോട്ടാണ്? അത് അങ്ങോട്ടാണ് അല്ലേ. കണ്ടോ? ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? കടലിൽ നിന്നാണ് കാറ്റ് കരയിലേക്ക് വീശുന്നത് അല്ലേ. അപ്പോൾ പകൽ സമയത്ത് എങ്ങനെയാണ്? പകൽ കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. എന്തുകൊണ്ടാ? നമുക്കറിയാം, വായുവിന്റെ താപീയ വികാസം, സംവഹന പ്രവാഹം, ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നുണ്ട്. പകൽ സമയത്ത് വായു ചൂട് പിടിച്ച് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക്, ആ പരിസരത്തെ തണുത്ത വായു പ്രവഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഈ പ്രദേശത്തുള്ള വായു, തണുത്ത വായു ഒക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വന്ന് ഈ സ്പേസിൽ ഇരിക്കുന്നു. നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പകല് കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഓക്കെ. കടൽക്കാറ്റ്. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചൂട് കുറഞ്ഞ വായു എവിടെയാണ്? കടലിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്താണ്? ചൂട് കുറഞ്ഞ വായുവാണ്. എന്നാൽ കരഭാഗത്ത് എങ്ങനെയാണ്? കരഭാഗത്ത് ചൂട് കൂടിയ വായുവാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ തെങ്ങിന്റെ ദിശ എങ്ങോട്ടാണ്? തെങ്ങ് കാറ്റടിച്ചത് അങ്ങോട്ടാണ് പറക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാഗും കണ്ടോ? ആ ഒരു ദിശയ്ക്ക് അനുസരിച്ചാണ് പോകുന്നത്. അതായത് കടലിൽ നിന്ന് കാറ്റ് കരയിലേക്ക് വീശുകയാണെന്നാണ് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താ ഇവിടെ പറയുന്നത്? പകൽ സമയം കരയ്ക്ക് മുകളിലുള്ള വായുവിനാണോ കടലിന് മുകളിലുള്ള വായുവിനാണോ ചൂട് കൂടുതൽ? ഏതിനാണ്? നമുക്കറിയാം, കരയിലെ വായുവിനാണ് ചൂട് കൂടുതൽ. ചൂട് പിടിച്ച വായു എങ്ങോട്ടാ പോകുന്നത്? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരും അല്ലേ. ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയല്ലേ? ആണോ? കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയാണ്. എന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? കരയ്ക്കും കടലിനും
താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. എന്നാൽ കരയ്ക്കും കടലിനും താപം സ്വീകരിക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര എന്ത് ചെയ്യുന്നു? വേഗം ചൂടുപിടിക്കുന്നു. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കുന്നു. എന്നാൽ കടലിലെ ജലം സാവധാനത്തിൽ മാത്രമേ ചൂടുപിടിക്കുന്നുള്ളൂ. എന്നാൽ കടലിലെ ജലം എങ്ങനെയാണ്? സാവധാനത്തിൽ മാത്രമാണ് ചൂടാകുന്നത്. കരയുടെ മുകളിലുള്ള വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ കര വേഗം ചൂടുപിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ വായുവും ചൂടാകുന്നുണ്ട്. അങ്ങനെ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ സമയം എന്താ സംഭവിക്കുന്നത്? കടലിൽ നിന്ന് ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. അപ്പോൾ കടലിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. ഇതാണ് കടൽക്കാറ്റ്. അതായത് കരഭാഗത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? വായു ചൂടായി നിൽക്കുകയാണ്. അത് മുകളിലേക്ക് ഇങ്ങനെ ഉയരും. ആ ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തണുത്ത വായു വന്ന് കയറുന്നുണ്ട്. അതിനെയാണ് കടൽക്കാറ്റെന്ന് പറയുന്നത്. ഇനിയും കരക്കാറ്റ് എന്താ നോക്കിക്കേ. കരക്കാറ്റ് എന്ന് പറഞ്ഞാല് കടല് സാവധാനമാണ് തണുക്കുന്നത്. കടല് രാത്രിയാകുമ്പോൾ സാവധാനം തണുക്കുന്നു. എന്നാൽ കര വേഗത്തിൽ തണുക്കുന്നു. കരയുടെ പ്രത്യേകത എന്താണ്? വേഗത്തിൽ ചൂടാവുകയും അതുപോലെ തന്നെ വേഗത്തിൽ തണുക്കുകയും ചെയ്യും. കര വേഗത്തിൽ ചൂടാവുകയും അതുപോലെ തന്നെ വേഗത്തിൽ തണുക്കുകയും ചെയ്യും. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, കാറ്റിന്റെ ദിശ എങ്ങോട്ടാണ്? കരയിൽ നിന്ന് കടലിലേക്കാണ് അല്ലേ? കരയിൽ നിന്ന് കടലിലേക്കാണ്. ഫ്ലാഗിന്റെ ചിത്രം നോക്ക്. ഫ്ലാഗ് കണ്ടോ? കടലിലേക്കാണ് കാറ്റ് വീശുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. രാത്രിയിൽ കരയ്ക്ക് മുകളിലുള്ള വായുവിനാണോ കടലിന് മുകളിലുള്ള വായുവിനാണോ ചൂട് കൂടുതൽ? രാത്രിയില് കടലിന് മുകളിലുള്ള വായുവിനാണ് ചൂട് കൂടുതൽ. അപ്പോ കാറ്റ് എങ്ങോട്ടാ വീശുന്നത്? കാറ്റ് കരയിൽ നിന്ന് കടലിലേക്കാണ് വീശുന്നത്. രാത്രിയിൽ കര വേഗം തണുക്കുന്നു. കടൽ വളരെ സാവധാനമാണ് തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. എങ്ങനെയാണ്? കടലിന് മുകളിലെ വായു കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. അപ്പോൾ കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കും. ഇതാണ് കരക്കാറ്റ്. ഓക്കെ. കാറ്റിന്റെ ദിശ നമുക്കറിയാം. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് അല്ലേ? അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ അധികവും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായി പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാണിച്ചേക്കുന്നേ നോക്കിക്കേ, ഭൂമധ്യരേഖാ പ്രദേശത്തെ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. നമുക്കറിയാം സൂര്യരശ്മി ലംബമായി പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് അവിടുത്തെ വായു എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മിതോഷ്ണ മേഖലകളിലെ വായു എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്പേസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മിതോഷ്ണ മേഖലയിലെ വായു എങ്ങനെയുള്ളതാണ്? താരതമ്യേന ചൂട് കുറഞ്ഞതാണ്. ആ വായു എവിടേക്ക് വരും? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വരും. ഓക്കെ. എന്തുകൊണ്ടാണ് തെക്ക് നിന്നും വടക്ക് നിന്നും മധ്യരേഖാ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നത്? നമുക്കറിയാം സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ് അല്ലേ? അപ്പോൾ അവിടെയുള്ള വായു എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അപ്പോൾ ആ സ്പേസിലേക്ക് ആര് വരും? തെക്ക് നിന്നും വടക്ക് നിന്നും കാറ്റ് വീശും. കാറ്റ് നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? മഴമേഘങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ താപനില ക്രമീകരിക്കുന്നതിൽ കാറ്റ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാധാരണ കാറ്റ് എന്തെങ്കിലും ദോഷമുണ്ടാക്കാറുണ്ടോ? ഇല്ല. എന്നാൽ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് എന്നിവ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി മൺസൂൺ മഴ നോക്കിക്കേ. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായി പതിക്കുന്നത്. ഏതൊക്കെ മാസമാണ്? മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ. ആ സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? ഉപരിതലവായു ചൂടുപിടിച്ച് വികസിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇത് മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്നു. വായുവിൽ പെട്ടെന്നുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ ശക്തമായ കാറ്റിന് കാരണമാകുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായവ വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്.
കാറ്റും മഴയും. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ ഉയരമുള്ള മരത്തിന് താഴെ നിൽക്കുന്നത് അപകടമാണ്. എന്തുകൊണ്ടാ? ഉയരമുള്ള മരത്തിലേക്ക് വേഗം മിന്നൽ പിടിക്കും അല്ലേ? അപ്പോൾ ചുവട്ടി നിൽക്കുന്ന നമുക്കും മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത് എന്തുകൊണ്ടാണ്? കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ കടൽ പ്രക്ഷോഭമൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ അവരുടെ മരണത്തിന് ഇടയാകും. അപ്പോൾ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി നോക്കിക്കേ, ശക്തമായ കാറ്റും മഴയും മിന്നലുള്ളപ്പോൾ ഒറ്റപ്പെട്ടതും ഉയർന്നതുമായ മരത്തിന് താഴെ നിൽക്കരുത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാത്ര നിർത്തി സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണം. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് അപകടമുണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്ക് അകത്ത് നിൽക്കരുത്. ജലാശയങ്ങളിലാണെങ്കിൽ ഉടൻ തന്നെ കരയ്ക്ക് കയറി സുരക്ഷിത സ്ഥാനത്ത് നിൽക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.